അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. ഞാനങ്ങനെ ക്രൂവലായിട്ടുള്ള മെന്റലിസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ഈ ചെറിയ പരിപാടികൾ പണ്ടത്തെ കാമുകിമാരുണ്ടായിരുന്നു അങ്ങനെ. അത് ചെറിയൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഇമോഷണലി ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാളുടെ പേര് പറയണം. അതായത് വെറുതെ ഒരു പേരല്ല, ആ ഒരാളുമായിട്ട് അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ്, മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വൈഫിന്റെ അങ്ങനെ ഭയങ്കര ഓബിയസ് ആക്കണ്ട, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനം. അതായത് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഏതെങ്കിലും ഒരാളും ആ ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റും? വെറുതെ എന്തോ എക്സാക്ട് ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഒരു ഓർമ്മയിൽ വരുന്ന ഏറ്റവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന അങ്ങനെ ഏതെങ്കിലും ആലോചിച്ചു. പെട്ടെന്ന് പറയുമ്പോഴേ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെ വളരെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും പക്ഷേ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഒരു പേര് പറയുമോ? അവന്റെ പേരെന്താ? എന്റെ ഒരു ഫ്രണ്ട് ശ്യാം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്. ശ്യാം. ശ്യാമിന്റെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ഉണ്ട്, അവനും ഒരു ബർത്ത്ഡേ ഉണ്ട്. അല്ല അതൊക്കെ അല്ല, എന്താ പറയാൻ പോണെന്നുള്ളത്. അല്ല ആ ഡേറ്റ് ആളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് അവന്റെ ഒന്ന് പറയോ? ഏ ഡേറ്റ് അത്? ഒക്ടോബർ 24. ഒക്ടോബർ 24. കഴിഞ്ഞ വർഷം ഒക്ടോബർ 24 ഈ ഡേറ്റ് ലൈക്ക് ഓർത്തിരുന്ന് അങ്ങനെ എന്തെങ്കിലും വിഷ് എന്തെങ്കിലും കൊടുത്തതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് കുട്ടിക്കാലം മുതലുള്ളൊരു ശീലമാണ് ഡ്രീം ജേണൽ എന്ന് പറയും. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചിരുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ്. നമ്മൾ ഈ പില്ലോയുടെ അടിയിലും ഇങ്ങനെ ചെന്ന് എഴുതാറുണ്ടോ? ഡ്രീം ജേണൽസ് എഴുതാറുണ്ടോ? എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഉറക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് വായിച്ചു കൊടുക്കണം. ഉറക്കെ വായിച്ചോ. I was in a dream when suddenly I heard someone calling at me. I was in a dream when suddenly I heard someone calling a name. Sham. S-H-A-M. പക്ഷെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ടല്ലോ. It was a special day, so I looked at the calendar and the date was October 24.